ആരെയും നമ്മളെ ഒന്ന് പുഷ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് നടക്കാം എന്ന് നമ്മൾ എന്തിനാ വിചാരിക്കുന്നത്? വി ആർ ഓൾ ബോൺ വിത്ത് 2 feet അല്ലേ? വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും, അത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു സമയം എടുക്കുമല്ലോ. ആ സമയം കാരണം കൊണ്ടിട്ട് നിങ്ങളുടെ ആ കാര്യവും കുറച്ച് ഡിലേ വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എൻ്റെ സ്റ്റോറി. സോ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ഇന്നത്തെ എൻ്റെ സ്റ്റോറിയിൽ മെയിൻ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ പേരാണ് മായ. മായയ്ക്കെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡ്രീമുണ്ട്. ഡ്രീം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു കഫേ ഓപ്പൺ ചെയ്യണമെന്നുണ്ട്. ആളുടെ ആ ഡ്രീം കഫേ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാവോ? വാം ലൈറ്റ്സ് ഒക്കെ ഇട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കോട് കൂടി കുറച്ച് ഹോം മെയ്ഡ് കുക്കീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനകത്ത് കയറുമ്പോൾ തന്നെ കോഫിയുടെ ആ സ്മെല്ലുണ്ടല്ലോ, അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആളുടെ ആ ഡ്രീം കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ദിവസം മായ എന്ത് ചെയ്തു എന്നറിയാവോ? മായയുടെ ഈ ഡ്രീമിനെ പറ്റിയിട്ട് മായയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അർജുൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അത് കേട്ടപ്പോൾ അർജുൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്നിട്ട് അർജുൻ പറഞ്ഞു, അതായത് എന്താ പറയുക, ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടൊന്നും നീ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ, എനിക്ക് എന്തായാലും ബോണസ് കിട്ടും. ബോണസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നിൻ്റെ ഈ കഫേ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്ന കാര്യമെന്ന് പറഞ്ഞിട്ട് മായയ്ക്ക് ഇതുപോലൊരു ഹാപ്പിനെസ് വരില്ല. ഇതാണ് മായയുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. മായ ലോഗോ സ്കെച്ച് ചെയ്തു, മെനു ലിസ്റ്റ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് മായയുടെ ഈ കഫേയുടെ നെയിം വരെ മായ പ്ലാൻ ചെയ്തു. എന്നിട്ട് എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വരുമല്ലോ, ഉടനെ മായ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ദാറ്റ് ഷീ യൂസ് ടു ഡു ഇസ് ആ ഒരു ഇതിനെ പറ്റിയിട്ട് അർജുന് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അർജുനും വന്നിട്ട് ഭയങ്കര ഹാപ്പിയാവും. എന്നിട്ട് അർജുൻ മായയുടെ അടുത്ത് പറയും, ലൈക്ക് നമുക്ക് ചെയ്യാം, കുറച്ച് സമയം എടുക്കും, ബട്ട് ഡോണ്ട് വറി, നമുക്ക് എന്തായാലും സെറ്റാക്കാം. ഇത് നെക്സ്റ്റ് മന്തോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മന്തോ ഒക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഒരു കാശുണ്ടാവും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് സെറ്റാക്കാം എന്ന രീതിയിൽ പറഞ്ഞ് മായയുടെ അടുത്ത് പറഞ്ഞ് മായ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ മായ വെയിറ്റ് ചെയ്തു. ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. മായയുടെ ഓരോ കാര്യങ്ങളും മായ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. ആ ഡ്രീം വളർന്ന് പോയി എന്നല്ലാതെ ആ ഡ്രീമിന് ഒരു കാര്യവും സംഭവിച്ചില്ല. അതായത് ഒരു മുന്നേറ്റവും ഉണ്ടായില്ല. ആ ഡ്രീം അങ്ങനെ ആ ബുക്കിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഈവനിങ് മായ ഇങ്ങനെ വീട്ടിലോട്ട് പോകുമായിരുന്നു. ആ വഴിയിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ടീ സ്റ്റോൾ കണ്ടു. ആ ടീ സ്റ്റോളിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അങ്കിൾ അവിടെ നിന്നിട്ട് ഒരു കെറ്റിലും പിന്നെ അതുപോലെ തന്നെ അവിടെ എന്താ ഉള്ളത്, 2 ചെയറുണ്ട്, ഒരു കെറ്റിലുണ്ട്, ഒരു ചെറിയ ടേബിളുണ്ട്. അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ ആ അങ്കിൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ടീ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ സ്ഥലത്തെന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ക്രൗഡും ഉണ്ട്. ഫാൻസി ആയിട്ടെന്ന് പറയാൻ അവിടെ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം ഒരു ചെറിയൊരു ക്രൗഡ് അങ്കിളിൻ്റെ ആ ടീ സ്റ്റോളിൻ്റെ ഫ്രണ്ടിലുണ്ട്. പെട്ടെന്ന് മായ റിയലൈസ് ചെയ്തു, അതായത് ഞാൻ എന്തിനാണ് ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ട് എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്? എനിക്കൊരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന കാര്യം മായയ്ക്ക് പെട്ടെന്ന് സ്ട്രൈക്കായി. അന്ന് രാത്രി മായ വീട്ടിൽ പോയിട്ട് മായയുടെ ആ ഒരു സേവിങ്സ് ജാർ ഉണ്ടല്ലോ, ആ സേവിങ്സ് ജാർ ഓപ്പൺ ചെയ്തു. അതിലുണ്ടായിരുന്ന കാശ് എടുത്ത് നോക്കി. എന്നിട്ട് ഒരു ചെറിയ കെറ്റിൽ മേടിച്ചു, കുറച്ച് പേപ്പർ കപ്സ് വാങ്ങിച്ചു, സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചു, ഫോൾഡബിൾ ആയിട്ടുള്ള ടേബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മായയ്ക്ക് പറ്റുന്ന രീതിയിൽ മായ മേടിച്ചു. ഒരു കോളേജിന്റെ ഫ്രണ്ടിലായിട്ട് മായ ഒരു ചെറിയ സ്റ്റോൾ പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ ബോർഡും എഴുതി വെച്ചു. മായാസ് കഫേ എന്ന് പറഞ്ഞിട്ട് 20 രൂപയ്ക്ക് കോഫി കിട്ടും എന്ന രീതിയിൽ പറഞ്ഞ് മായ അവിടെ എഴുതി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ദിവസം ഒരു 8 കപ്പ് ചിലവായി. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കോ കുറച്ച് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി, കുറച്ച് ആൾക്കാർ വന്നു. ഒരാഴ്ച ആയപ്പോഴത്തേക്കും മായയ്ക്ക് റെഗുലറായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ആയി തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മായയുടെ ആ ചെറിയ റോഡ് സൈഡ് സ്റ്റോളിന് ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങാൻ പറ്റി. പതിയെ അത് വളർന്ന് വരികയും ചെയ്തു. മായയുടെ ഡ്രീം കഫേ തന്നെ സെറ്റപ്പ് ചെയ്യാനും പറ്റി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈവനിങ് അനന്യ മായയ്ക്ക് മെസ്സേജ് ചെയ്തു, നിൻ്റെ ആ ഒരു ഡ്രീം കഫേ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും മായ തിരിച്ച് റെസ്പോണ്ട് ചെയ്തു, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന കാര്യം പറഞ്ഞിട്ട് മായ മെസ്സേജ് ചെയ്തു. ആ സമയത്ത് മായയ്ക്കൊരു പ്രൗഡ് ഫീലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. ലൈഫിൽ ഒരുപാട് പേര് നമുക്ക് ചിലപ്പോൾ പല പ്രോമിസസും തന്നു എന്ന് വരും. അത് ചിലപ്പോൾ ലവിൻ്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ ആ ഒരു എന്താ പറയുക, ആ നല്ല ഇൻറ്റൻഷൻസിൻ്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിലായിരിക്കാം. പക്ഷേ അവരുടെ ടൈമിങ്ങിനനുസരിച്ച് നമ്മുടെ ഡ്രീംസ് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യു റിസ്ക് വെയിറ്റിംഗ് ഫോർ എവർ. ആരെയും നമ്മളെ ഒന്ന് പുഷ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് നടക്കാം എന്ന് നമ്മൾ എന്തിനാ വിചാരിക്കുന്നത്? വി ആർ ഓൾ ബോൺ വിത്ത് 2 feet അല്ലേ? എൻ്റെ ഉമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തവൻ്റെ പൾസെറ്റ് കിട്ടിയിട്ട് നമുക്ക് ചവച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് നമ്മുടെ ആ ഒരു ഗംസ് ഉണ്ടല്ലോ, അതിൻ്റെ മലയാളം എനിക്ക് ഓർമ്മ വരുന്നില്ല, നമ്മുടെ ഈ ഗംസ് കൊണ്ടിട്ട് ചവച്ച് കഴിക്കുക എന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അത് എന്തുമാത്രം മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യമാണല്ലേ. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ കഴിച്ചു കഴിഞ്ഞിട്ട് ആളുടെ ആ പൾസെറ്റ് തന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്തായിരിക്കും അല്ലേ? നമ്മുടെ ആ ഉള്ള ഗമ്മ് വെച്ചിട്ട് കഴിച്ച് കഴിയാമെന്ന് വിചാരിച്ചാൽ അറ്റ്ലീസ്റ്റ് അത് സ്ലോ ആയിട്ടാണെന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ എന്താ പറയുക ആ ഒരു ഇംപെർഫെക്ഷനോട് കൂടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കത് കഴിച്ചിറക്കാനെങ്കിലും പറ്റും. ശരിക്കും ഇത് കാണിക്കുന്നത് സെൽഫ് റിലയൻസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയില്ലേ, അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ഒരു കാര്യം അത് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നാലുണ്ടല്ലോ അത് ചിലപ്പോൾ നമ്മുടെ ജേണിയെ തന്നെ ഡിലേ ആക്കും. ചില സമയത്ത് ചിലപ്പോൾ അത് നടന്നില്ല എന്ന് തന്നെ വരും. അതൊരിക്കലും അവർ നിങ്ങളെ കെയർ ചെയ്യാത്തത് കൊണ്ടൊന്നായിരിക്കില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അവരവർ തന്നെ ആയിരിക്കുമല്ലോ അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ പ്രയോറിറ്റീസ് ഉണ്ടാവുമല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി അവർ വരിക. അവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവും, അവർക്ക് നിങ്ങൾക്കത് ചെയ്ത് തരണം എന്നുണ്ടാവും. പക്ഷേ നമ്മുടെ കാര്യം ചിലപ്പോൾ ആ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒരുപാട് താഴെയാണെന്നുണ്ടെങ്കിലോ നമ്മൾ വിചാരിക്കുന്ന കാര്യം എപ്പോൾ നടക്കും, എത്ര കാലം നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിലും ഭേദം അത് നമുക്ക് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്തൂടെ? അത് കിട്ടില്ലേ എന്ന് ഉറപ്പില്ലാത്ത ആ പൾസെറ്റിനേക്കാളും നമ്മുടെ ഗംസ് എന്ന് പറയുന്നത് എത്രയോ ബെറ്റർ ആയിരിക്കും. മറ്റൊരാൾ വന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ട് കൊടുക്കും എന്ന് വിചാരിച്ച് എൻഡ്ലെസ്ലി വെയിറ്റ് ചെയ്തിരിക്കുന്നതിനേക്കാളും നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ഇംപെർഫെക്റ്റ് ആയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ഇംപെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിലും അത് വളരെ നല്ല കാര്യം തന്നെയായിരിക്കും. എൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മേ ബി ആളത് ചെയ്ത് തരുമായിരിക്കും, പക്ഷേ എന്നാലും അതിനൊരു ഡിലേ വരിക അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മേ ബി അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്യാൻ ഏൽപ്പിച്ച് ആൾ ഡിലേ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു തോട്ട് വരുമ്പോൾ തന്നെ ഞാനത് മതിയാക്കിയിട്ട് എന്താ പറയുക ഞാൻ തന്നെ അത് ചെയ്ത് നോക്കും. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീലാണ്. ബിക്കോസ് നമ്മുടെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ഡ്രീം മറ്റൊരാളുടെ ടൈമിംഗ് വെച്ചിട്ട് ഡിലേ ആയി പോവാന്ന് പറയുന്നത് നമുക്ക് ഇംപെർഫെക്റ്റ് ആയിട്ടും സ്റ്റാർട്ട് ചെയ്യാമല്ലോ. പിന്നെ പതിയെ നമ്മുടെ മായ ചെയ്ത പോലെ അങ്ങ് ഡെവലപ്പ് ചെയ്തെടുത്താൽ പോരെ. ചില സിറ്റുവേഷൻസിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടായെന്ന് വരില്ല. ചില സമയത്ത് കാശ് ഉണ്ടായെന്ന് വരില്ല, ചില സമയത്ത് റിസോഴ്സസ് ഉണ്ടായെന്ന് വരില്ല, ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടായെന്ന് വരില്ല, ചിലപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായെന്ന് വരില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ പേഴ്സൺ വന്ന് ഈ കാര്യങ്ങളെല്ലാം ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമോ? നമ്മുടെ കയ്യിലില്ലാത്ത ആ ഓപ്പർച്യൂണിറ്റീസും ടൂൾസും എല്ലാ കാര്യങ്ങളും ആൾ കൊണ്ട് തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമോ? അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എത്രത്തോളം ലോങ്ങറായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ അത്രത്തോളം ലോങ്ങറായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രോത്ത് ഉണ്ടാവുക. ചില സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി പോയാലോ അങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നില്ല എന്ന് തന്നെ വരും. അത് ബെയർ ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആയിരിക്കുമോ? It's not about the setting, it's about starting imperfectly, bravely and honestly. പല്ലില്ലാത്തതാണോ നിങ്ങളുടെ പ്രോബ്ലം? നിങ്ങളുടെ കയ്യിൽ ഗംസ് ഉണ്ട്. കാശില്ലാത്തതാണോ നിങ്ങളുടെ പ്രോബ്ലം? ഒരു ചെറിയ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഇംപെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, പതിയെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് റീൽ എടുക്കണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഫോണാണെന്നുണ്ടെങ്കിലോ അതൊരു പഴയ ഫോണാണ്, അതാണോ നിങ്ങളുടെ പ്രശ്നം? ആ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുക, എന്നിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ആ ആപ്പ് വെച്ചിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് പോസ്റ്റ് ചെയ്ത് നോക്ക്. ഇംപെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആ പുതിയ ഫോൺ വന്ന് കഴിഞ്ഞേ റീൽ എടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ റീൽ എടുക്കാനുള്ള ആഗ്രഹത്തിനെ ഡിലേ ചെയ്യാതെ നമ്മുടെ ആ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടല്ലോ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോമിസസിനേക്കാളും വളരെയധികം ഇഫക്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ എല്ലാം ഇല്ലയെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ എഫേർട്സിനെ ട്രസ്റ്റ് ചെയ്യുക. സോ ഐ റിപ്പീറ്റ്, അടുത്ത പൾസെറ്റ് കിട്ടിയിട്ട് ചവച്ച് കഴിക്കാം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാതെ സ്വന്തം ഗംസ് വെച്ചിട്ട് ചവച്ച് കഴിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയിറ്റ് ഫോർ സമ്മൺ എൽസ് ടീത്ത്. സോ ഇത് തന്നെയാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച മെസ്സേജ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും ചാനലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ്.